എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഇപ്പോൾ സമയം രാവിലെ 8 മണിയായി. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? നമുക്ക് ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനങ്ങനെ ഒരു ഊബർ എടുത്തു. ഇവിടുന്ന് നേരെ പോകുന്നത് ജയാനഗറിലോട്ടാണ്. ജയാനഗറിൽ എവിടെ പോയിട്ടാണ് കഴിക്കുന്നതെന്നല്ലേ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങോട്ടാണ് ഞാൻ വന്നത്. ബാംഗ്ലൂരുകാർക്ക് ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. ഇതാണ് താസാ തിണ്ടി. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നല്ലേ? ബാംഗ്ലൂരിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടി നല്ല വൃത്തിയോടുകൂടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ കാണുന്ന താസാ തിണ്ടി. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തെന്ന ആൾക്കാർ പറഞ്ഞു തന്നെയാണ്. ഇനി ഇതൊക്കെ കറക്റ്റാണോ നമുക്കറിയണ്ടേ? അഫോർഡബിൾ ആണോ എന്നറിയണം, വൃത്തി ഉണ്ടോയെന്നറിയണം, നല്ല ടേസ്റ്റ് ഉണ്ടോയെന്നറിയണം. ഇതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെയാണ്. ആദ്യം നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ റേറ്റ് കണ്ടപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അഫോർഡബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് കറക്റ്റാണെന്ന് മനസ്സിലായില്ലേ? ഇനി ബാക്കിയൂടെ നോക്കാം. ഞാനൊരു മസാല ദോശയും ഒരു വടയും ഒരു കോഫിയാണ് ഓർഡർ ചെയ്തത്. ഇത്രയും സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ആകെ വന്നത് 64 രൂപ മാത്രമാണ്. അപ്പം നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്കിവിടെ വന്നാൽ കഴിക്കാൻ പറ്റും. പക്ഷേ ഇത്ര അഫോർഡബിൾ ആയിട്ട് തരുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയണ്ടേ? അതൊന്ന് നോക്കാം. ഇനി നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് നേരമൊക്കെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും ഒടുവിൽ നമ്മുടെ ഭക്ഷണം വന്നു. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ചടങ്ങാണ്. നോക്കാം. നമ്മൾ അഫോർഡബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യണ്ടേ? നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ആദ്യം മസാല ദോശ ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ക്രിസ്പിയാണ്, ചട്നി അടിപൊളിയാണ്, സൂപ്പറാണ്. ഇനി അതിൽ മസാല കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. ഇനി വട കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വടയുടെ ചട്നി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ. പിന്നെ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് അതുകൂടി ഒന്ന് തീർത്ത് കളയാം. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടാലോ? അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എല്ലാം നമുക്ക് ആളുകൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇവരുടെ കിച്ചൺ കൂടി ഒന്ന് കാണാം. കണ്ടോ, ഇതൊക്കെ ഡയറക്റ്റായിട്ട് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ മൊത്തം ഇവിടെ അറേഞ്ച് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്കിതൊക്കെ ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ഈ ഒരു തിരക്കെന്നെ കണ്ടോ? രാവിലെ ഈ ഒരു സമയത്ത് എത്ര ആളുകളാണ് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, വെരി ഗുഡ്, ഓക്കെ, താങ്ക് യു. ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവർക്കൊക്കെ ഒറ്റ അഭിപ്രായം ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയാനുള്ളൂ. നമ്മൾ ഇവിടുന്ന് ഒരാളെ കൂടെ പരിചയപ്പെട്ടു കേട്ടോ. കൊടുവള്ളിയുള്ള നിയാസ്ക, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം? അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അഫോർഡബിൾ പ്രൈസാണ്. എന്താ മോൻ്റെ പേരെന്താ? ആൾക്ക് ഭയങ്കര ചമ്മലാന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. പിന്നെ മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ആ കടയ്ക്ക് അങ്ങനെ ഒരു പേര് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? താസാ തിണ്ടി. താസ എന്ന് പറഞ്ഞാൽ ഫ്രഷ് എന്നാണ് അർത്ഥം. തിണ്ടി എന്ന് പറഞ്ഞാൽ ഫുഡ് എന്നാണ് അർത്ഥം. അപ്പം താസാ തിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ഫുഡ് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പം അങ്ങനെയാണ് അവർ അതിനൊരു പേരിട്ടത്. നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളിത് കണ്ടോ? ബാംഗ്ലൂർ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാഫിക്കാണ്. അപ്പോൾ ഈ ഒരു ട്രാഫിക്ക് കടന്ന് നമുക്ക് എത്ര സ്ഥലം കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്ക് പറ്റാവുന്നിടത്തൊക്കെ നമുക്ക് പോവാം. ഒരുപാട് സമയം നമുക്ക് കുറച്ച് ദൂരം കവർ ചെയ്യാൻ തന്നെ ഈ ഒരു ട്രാഫിക്കിലൂടെ വേണം. അതുകൊണ്ട് നമുക്ക് പറ്റാവുന്നിടത്തോളം സ്ഥലത്ത് നമുക്കിന്ന് കവർ ചെയ്യാം. ഒരുപാട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. യുവർ നെയിം? സയ്യദ് മാസ്. ഓക്കെ, താങ്ക് യു, ബൈ. ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടുത്തെ ചോക്ലേറ്റ് കേക്ക് നല്ല ഫേമസ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ചോക്ലേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കയറിയപ്പോൾ കാത്തു നിൽക്കാനൊന്നും സമയമില്ലാണ്ട് ഞാൻ സാധനം അങ്ങ് ഓർഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക്. അതിൻ്റെ കൂടെ ഒരു കുനാഫ കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു കടയുടെ ഇൻറ്റീരിയർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടപ്പെടും. അകത്തിങ്ങനെ നല്ല ആംബിയൻസിൽ വന്നിരിക്കാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ കുനാഫയും ഈ ചോക്ലേറ്റ് കേക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ?
സൂപ്പർ. ഇത് കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. ഉണ്ടോ? നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ട് ബാംഗ്ലൂർ വരുമ്പം ഇവിടെ വരണം. അത്ര സൂപ്പറാണ്. നമ്മളങ്ങനെ അത് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് കുനാഫ കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. അതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുനാഫ കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ? കാണുന്നുണ്ടോ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. കാണുന്നുണ്ടോ? നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ ബാംഗ്ലൂർ വരുമ്പോൾ ഇവിടെ വരിക. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്യാം. ഉറപ്പായിട്ട് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഇവിടെ കൂടെ വരിക. ഇതൊക്കെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഓരോന്നിൻ്റെ റേറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയാണ് ഈ ഒരു സ്പോട്ട്. അപ്പം നിങ്ങൾ വരുമ്പം ഇവിടെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്കിനി അടുത്ത ഒരു സ്ഥലത്തോട്ട് പോവാം. അപ്പം നമ്മൾ അടുത്ത് വന്നത് ഇവിടെ കോർണർ ഹൗസിലോട്ടാണ്. ഇവിടെ എന്താ വന്നതെന്നല്ലേ പറഞ്ഞുതരാം. നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. ബാംഗ്ലൂർ ഒരു അടിപൊളി ഐസ്ക്രീം സ്പോട്ടാണ് ഈ ഒരു കോർണർ ഹൗസ്. കണ്ടോ? നമുക്ക് ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസ് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങൾ ഈ കാണുന്ന ഡെത്ത് ബൈ ചോക്ലേറ്റ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ അത് ട്രൈ ചെയ്യുന്നില്ല, കാരണം നമ്മൾ കുറേ സ്ഥലത്ത് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. നമുക്ക് ചെറിയ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്കൂപ്പ് വാനില മാത്രമായിട്ട് ഓർഡർ ചെയ്തത്. കാരണം നമ്മളിപ്പോൾ അവിടെ നിന്ന് കേക്ക് കഴിച്ചു. ഇനി നമുക്ക് ഒരുപാട് ഫുഡ് സ്പോട്ട് പോകാനുണ്ട്. അപ്പം നല്ല ഹെവി ആയിട്ടുള്ള കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാവില്ല. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ട് ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഡെത്ത് ബൈ ചോക്ലേറ്റ് ആണ്. ഇവിടെ വന്നിട്ട് ഡെത്ത് ബൈ ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നല്ല ഹെവിയാണ്. ഞാനിപ്പോൾ ഓൾറെഡി കഴിച്ചു. അപ്പോൾ ഇനി ഒരുപാട് കഴിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് ഓർഡർ ചെയ്യാത്തത് കേട്ടോ. അപ്പം നിങ്ങളിവിടെ വരുമ്പം ഡെത്ത് ബൈ ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തൽക്കാലം ജസ്റ്റ് ഈ ഒരു വാനില സ്കൂപ്പ് കഴിക്കാം. സൂപ്പർ. ഡെത്ത് ബൈ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ വന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടുമല്ലോ. ഹായ്, യുവർ നെയിം? Alina. Alina. Can you please share your experience with this? Yeah. This is my first time in Corner House and having Death by Chocolate. It's actually good. We didn't know it was like a 2-person serving because there's a lot that you can see here. And it's good. For one person, it's going to be heavy, but for 2 person. Okay, thank you. ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഇവിടെ കൂടെ ഒന്ന് വരിക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളപ്പോൾ ഇന്ന് കുറേ സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ കഴിച്ചത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക്
കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് നമ്മുടെ ഇവിടെ ബാംഗ്ലൂരുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കണ്ടോ, ഈ ഒരു മാഗ്ന ഫുഡ്സിലോട്ടാണ് നമ്മൾ വന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ കോരമംഗലുള്ള മാഗ്ന ഫുഡ്സിലാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ബാംഗ്ലൂർ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബിരിയാണി കിട്ടുന്നൊരു സ്പോട്ടാണിത്. ഇവിടുത്തെ ബോൺലെസ് ബിരിയാണി നല്ല ഫേമസ് ആണ്. ഇതുവരെ കഴിച്ചിട്ടില്ല, നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തൊരു സ്പോട്ടാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കൂടെ ഒന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. ഞാൻ എൻ്റെ കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറഞ്ഞുതരാം. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ബോൺലെസ് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം അത് വരട്ടെ, നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഓവർ റേറ്റഡ് ആണോ അല്ല ടേസ്റ്റ് ഉണ്ടോ ഒക്കെ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ബിരിയാണി വന്നു. ഇതാണ് ചിക്കൻ ബോൺലെസ് ബിരിയാണി. പിന്നെ സലാഡ്, പിന്നെ ഒരു കറി ഉണ്ട്, പിന്നെ മറ്റൊരു സലാഡ്. ഇതാണ് ഐറ്റംസ്. കാണുമ്പോൾ നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഒരു പീസും കുറച്ച് റൈസും എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഒരു പീസാണ്. കൊള്ളാം, വിചാരിച്ച പോലെ ടേസ്റ്റ് ഉണ്ട്. ഫൈനൽ ഒപ്പീനിയൻ ഞാൻ ഫുൾ കഴിച്ചിട്ട് പറയാം. സംഭവം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ, ചിക്കനാണ് സൂപ്പർ. ഈ ഒരു കറിയില്ലേ, ഇത് കുറച്ച് ക്രീമി ടെക്സ്ചറാണ്. നമ്മൾ ഇതിന് കൂടെ നോർമലി നമുക്ക് ബിരിയാണിയുടെ കൂട്ടുന്നത് കറിയുന്ന പോലെയല്ല. കണ്ടോ, കുറച്ച് ക്രീമി ടെക്സ്ചറാണ് ഇതിന്. ഇത് നമ്മുടെ നോർമൽ മോരോ തൈര് സലാഡാണ്. നമ്മുടെ കോഴിക്കോട് ദം ബിരിയാണിയും അതേപോലെ തന്നെ അവിടുത്തെ പൊരിച്ച കോഴിയുടെ ബിരിയാണിയും ഒക്കെ കഴിച്ച് വന്നിട്ട് ഇത് കഴിക്കുമ്പം തീർത്തും വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ആക്ച്വലി ഇതൊരു ഹൈദരാബാദി ബിരിയാണിയാണ്, കുറച്ചുകൂടെ സ്പൈസിയാണ്, പക്ഷേ വേറൊരു ടേസ്റ്റാണ്, നമുക്ക് ഇഷ്ടപ്പെടും. കുറച്ച് എരിവ് കൂടുതലാണ്. നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി പ്രതീക്ഷിച്ച് നമ്മളിത് വന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. രണ്ട് പേർക്ക് സുക്കായിട്ട് കഴിക്കാം ഒരു ബിരിയാണി വാങ്ങിച്ചാൽ. നമുക്കിവിടെ ഹാഫൊന്നും ആയിട്ട് കിട്ടില്ല. അപ്പം രണ്ട് പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇത് മതി, അത്രയുണ്ട്. ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ട്. ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഇവിടെ മാഗ്നയിൽ വന്നിട്ട് നല്ല അടിപൊളി ബിരിയാണി കഴിക്കാം കേട്ടോ. നമ്മളെ നാട്ടിലെ ആ ഒരു ടൈപ്പൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ടേസ്റ്റും ഒക്കെയുള്ള ബിരിയാണിയാണ്. അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങി. പക്ഷേ എൻ്റെ അടുത്ത് ഏതാ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞങ്ങളുടെ കോഴിക്കോട്ടുള്ള കല്യാണ ബിരിയാണി തന്നെയാണ് എന്ന്. അതിൻ്റെ അത്രയൊന്നും വരില്ല കേട്ടോ, നമ്മളെ നാട്ടിലെ ബിരിയാണി തന്നെയാണ് ഇതിനേക്കാളൊക്കെ സൂപ്പർ. ഇത് പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ വരുമ്പം ഈ ഒരു ടേസ്റ്റ് കൂടെ ഒന്ന് എന്താ പറയുക, ഒന്ന് അനുഭവിച്ച് നോക്കാമല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതിന് പറ്റും. നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി അല്ലേ കഴിച്ചത്, നമുക്ക് വീണ്ടും എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം. ഈ ഒരു ബ്ലോക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമുക്ക് പോകാമെന്ന് വിചാരിച്ച പല സ്ഥലത്തും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കണ്ടറിയണം. മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും സ്ഥലം, കാരണം ഒരു സ്ഥലത്ത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. നിങ്ങളത് കറക്റ്റ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമ്മൾ ടൈം എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് 1-1.5 മണിക്കൂർ എടുക്കുന്നുണ്ട് അടുത്ത സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. അവിടുന്ന് വീണ്ടും അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് എത്ര സ്ഥലം കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര എത്താൻ പറ്റുമോ അത്രയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ രാമേശ്വരം കഫേയിലാണ്. ഇവിടെ നമ്മൾ വന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ മലൈ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്കത് ഓർഡർ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
കാത്തിരുന്ന് സാധനം കയ്യിൽ കിട്ടി. ഇതാണ് മാംഗോ മലായി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ. നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സാധനം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രാമേശ്വരം കഫേ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച താസാത്തിണ്ടി പോലെ തന്നെ ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ കഴിക്കാൻ പറ്റും. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അത്ര അഫോർഡബിൾ ആയിട്ട് റേറ്റ് ഒന്നും അല്ല. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മുന്നേ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് മാംഗോ മലയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഇവിടെ രാമേശ്വരം കഫേയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ഒരു മാംഗോ മലായി. അതെല്ലാ സീസണിലും കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണിക്കാണല്ലോ കഴിച്ചത്. അപ്പോൾ അത് കഴിച്ച് ഇവിടെ വന്ന് ഈ ഒരു സ്വീറ്റ് കഴിച്ച് നോക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം വയറൊക്കെ നല്ല ഫുള്ളാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെ കഴിച്ചു അല്ലേ. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. ഞാൻ ഇനി പോകുന്നത് എൻ്റെ ചേച്ചിയുടെ അടുത്തോട്ടാണ്. ചേച്ചി ഇവിടെ ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അവളുടെ അടുത്തോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഞാനിതാ അവൾക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു മാംഗോ മലായി പാഴ്സലൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ അടുത്ത് തന്നെയാണ് അവൾ താമസിക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. സെൽഫായിട്ട് തന്നെ അവിടെ കൗണ്ടറിലൊന്നും പോവാതെ ഇവിടുന്ന് തന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാനിവിടെ എത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമുക്ക് വീണ്ടും ഇറങ്ങാം. കുറേയൊക്കെ ഇറങ്ങിയില്ലേ, അപ്പം നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായി. അപ്പം ഞാൻ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. നമുക്കിനി അടുത്തൊരു ഫുഡ് സ്പോട്ടിലോട്ടാണ് പോകുന്നത്. എവിടെയാണെന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാനങ്ങനെ അടുത്ത സ്ഥലത്തോട്ടെത്തി. ഇത് ബാംഗ്ലൂരിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് കിട്ടുന്ന ഒരു സ്പോട്ടാണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്. സംഭവം ചെറിയൊരു കടയാണെങ്കിലും നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്, ഈ പറയുന്ന പോലെ ഓവർ റേറ്റഡ് ആണോ, ടേസ്റ്റ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമുക്കിന്നൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. ഈ ഒരു പുള്ളിയാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മണം കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതിൻ്റെ കൂടെ കിട്ടുന്നൊരു മുട്ടയുടെ ഒരു കറിയാണ്. അങ്ങനെ ഫ്രൈഡ് റൈസ് കിട്ടി. പിന്നെ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇവിടെ ഒരു മുട്ടക്കറി കൂടെ കിട്ടും. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണെന്ന് കേട്ടത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു എഗ് മഞ്ചൂരി കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഈ എഗ് മഞ്ചൂരിയും ഒരു ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. നമുക്ക് ഫ്രൈഡ് റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമലി കഴിക്കുന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് അല്ല. ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു എഗ് കറിയിലാണ്. ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത്
എഗ് മഞ്ചൂരിയാണ് ടേസ്റ്റ് ചെയ്തത്. കണ്ടോ? എഗ് മഞ്ചൂരി സൂപ്പർ, അടിപൊളി. ഫുഡ് ഇങ്ങനെ വെച്ചിരിക്കാൻ വയ്യ. ഇപ്പോൾ മുഴുവൻ ഒന്ന് കഴിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു റൈസിൽ മസാല കുറച്ച് കയറി നിൽക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സമയത്ത് ഒട്ടും മസാല ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് അവരിവിടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മഞ്ചൂരി നോർമലി നമ്മൾ കഴിക്കുന്ന ഒരു എഗ് മഞ്ചൂരിയുടെ ടേസ്റ്റാണ്. കുറച്ചുകൂടി ഒരു ഫ്ലേവർ അതിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് കഴിച്ചതെന്ന് മനസ്സിലായത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുവരെ കഴിക്കാത്തൊരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, മസാലയുടെ ഫ്ലേവർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. മസാല ഇഷ്ടമാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളിത് കണ്ടോ, ഈ ഒരു പ്രൈസിൽ നല്ല അഫോർഡബിൾ ആണ്. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് വയറ് നിറയുന്ന പോലെ അവർ ക്വാണ്ടിറ്റി തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും ആണ്. ഇതാണ് ഇവിടെ ഇത്രയും ആളുകൾ വരാനുള്ള കാരണം എന്നാണ് എനിക്ക് മനസ്സിലായത്. നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷേ ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു വ്യത്യസ്തമായ രുചിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഫ്ലേവർ കൂടുതലുണ്ട്. അങ്ങനെയുള്ളൊരു ഫ്ലേവർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടും. അപ്പം ബാംഗ്ലൂർ വരുമ്പം ഇതുകൂടി ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് ആ അഭിപ്രായം ഒന്ന് ഞാനായിട്ട് കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, കൃഷ്ണപ്രസാദ്. ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം. ഓക്കെ. വീഡിയോ കാണുന്നവർ ബാംഗ്ലൂർ വരുമ്പം ഈ ഒരു സ്പോട്ട് കൂടെ വന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ടൈമെങ്കിലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇതാണ് ഷോപ്പ്. പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്തു. നമ്മളപ്പോൾ അവിടുന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് അല്ലേ കഴിച്ചത്. അപ്പോൾ നമുക്കിനി കുറച്ച് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ. ഇതാണ് കപൂർസ് കഫേ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസ്സി കിട്ടും. നമുക്ക് നേരെ തൊട്ടോട്ട് കയറാം. നല്ലൊരു ആംബിയൻസ് ഇല്ലേ ഇവിടെ. ഇത് കണ്ടോ നിങ്ങൾ, നമ്മളിവിടെ കഴിക്കുന്ന ഓരോ ഫുഡിലും എത്ര എനർജി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് പൊതുവെ അങ്ങനെ ലസ്സി അത്ര ഇഷ്ടമുള്ള ആളല്ല ഞാൻ. പക്ഷെ ഇവിടെ കിട്ടുന്ന ലസ്സി നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നത്. പിന്നെ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഈ ഒരു ലസ്സി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഉണ്ടോയെന്നൊന്ന് നോക്കണ്ടേ. നമുക്ക് ലസ്സി ഒന്ന് കഴിച്ചു നോക്കാം. ഓവർ സ്വീറ്റ് അല്ല. ലസ്സി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ലസ്സി ഇഷ്ടമല്ലാത്ത എനിക്ക് വരെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രിയൊക്കെ പഞ്ചാബി താലിയൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റാണ്. അപ്പം ഞാനിത് അവിടെ തിരിച്ചെത്തി.
ഇന്ന് ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരുപാട് ഫുഡ് സ്പോട്ടുകളാണ് പോയത്. അപ്പോൾ എല്ലായിടത്തൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച കുറേ സ്ഥലം എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ, നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ടൊക്കെ എത്താൻ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത ഞാനിന്ന് പോവാത്ത നല്ല നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം. നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും അവിടെയൊക്കെ പോവാം. അപ്പോൾ ഇന്ന് പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ ബാംഗ്ലൂർ വരുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ അറിയുണ്ടാവും. എങ്കിലും പോയിട്ടില്ലെങ്കിൽ ഒന്ന് ഈ സ്ഥലത്ത് എവിടെയെങ്കിലും പോകാത്തുണ്ടെങ്കിൽ അതുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണോ എല്ലാ കാര്യങ്ങളും കമൻറ്റിലൂടെ പറയണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.